നമസ്തേ. മാനസകസിന് വന്ദനം. കഥ തുടങ്ങട്ടെ. ഉത്താനപ്പാത മഹാരാജാവിന്റെ ഭാര്യമാരായിരുന്നു സുനീതിയും സുരുചിയും. സുനീതി വളരെ നല്ലവളായിരുന്നു. അവൾ എല്ലാവരെയും സ്നേഹിച്ചു, പാവങ്ങളെ സഹായിച്ചു. അവളോടും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്നാൽ സുരുചിയോ വലിയ സുന്ദരി. പറഞ്ഞിട്ടെന്താ കാര്യം? ഈ കന്യാഹങ്കാരി. പാവങ്ങളോട് കരുണയില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവളെ ഇഷ്ടവുമല്ല. എന്നാൽ മഹാരാജാവിനോ അവളോടായിരുന്നു ഏറെ ഇഷ്ടം. വലിയ സുന്ദരിയല്ലേ? അവൾ പറയുന്നത് പോലെയായിരുന്നു രാജാവിന്റെ പ്രവർത്തികൾ. അങ്ങനെ ഇരിക്കെ സുനിധിക്കും ഓരോ പുത്രന്മാർ പിറന്നു. സുനീതിയുടെ പുത്രന്റെ പേർ ധ്രുവനെന്നും സുരുചിയുടെ പുത്രന്റെ പേർ ഉത്തമനെന്നും പേരിട്ടു. കുട്ടികൾ വളർന്നു, ഓടിക്കളിക്കുന്ന പ്രായമായി. ഒരു ദിവസം സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാരാജാവിന്റെ മടിയിലേക്ക് ചാടി കയറിയിരുന്നു. ഇത് കണ്ട ധ്രുവനും അച്ഛന്റെ മടിയിലിരിക്കാൻ ആഗ്രഹം തോന്നി. ചിറ്റമ്മ കണ്ടാലും പറയും. അവൻ ദയനീയമായി അച്ഛനെ നോക്കി. അച്ഛനൊന്നും മിണ്ടുന്നില്ല. പാതി അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു. ഇത് കണ്ട സുരുചി പറഞ്ഞു, നിനക്ക് മഹാരാജാവിന്റെ മടിയിലിരിക്കാൻ യോഗ്യതയില്ല. വെറുതെ കൊതിക്കണ്ട. ആഗ്രഹമുണ്ടെങ്കിൽ അപസരിത്ത് എന്റെ മകനായിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അച്ഛനൊന്നുമില്ല. അവൻ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടി. കല്ലുകൊണ്ട് വല്ല മകനെ കണ്ട സുനീതി കെട്ടിപ്പിടിച്ചു. എന്താ മോനെ, എന്തു പറ്റി? അവൾ ചോദിച്ചു. തേങ്ങി കരഞ്ഞുകൊണ്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ അച്ഛന്റെ മകനല്ലേ? അച്ഛന്റെ മടിയിലിരിക്കാൻ പാടില്ലേ? ചിറ്റമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മകനെ, എന്റെ വിഷമം ഭഗവാനോട് പറയൂ. ഭഗവാൻ എന്നെ രക്ഷിക്കും. അമ്മയുടെ വിഷമം കണ്ട ധ്രുവൻ അപ്പോൾ തന്നെ കൊട്ടാരം വിട്ടിറങ്ങി. തപസ് ചെയ്യുന്നതിനായി അവൻ കൊടുങ്കാട്ടിലേക്ക് പോയി. ഭഗവാനെ കാണണം, തന്റെ വിഷമങ്ങൾ പറയണം. മാത്രമാണ് അവന്റെ ചിന്ത. വന്യമൃഗങ്ങളുള്ള കൊടുങ്കാട്ടിലൂടെ അവൻ നടന്നു. ഭഗവാനെ അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് നടന്നാൽ അവൻ ആ ശബ്ദം കേട്ടു. നാരായണ 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 നാരായണ. നാരദമഹർഷിയായിരുന്നു അത്. ആ കൊടുങ്കാട്ടിൽ ആ പിഞ്ചു പാണിനെ കണ്ട മഹർഷി ചോദിച്ചു, കുഞ്ഞേ, നീ ആരാണ്? എന്തിനീ കൊടുങ്കാട്ടിൽ വന്നു? മഹർഷി തിരികെ പോയാൽ ആവശ്യപ്പെട്ടു. ബലം ഉണ്ടായില്ല. മഹർഷി, എനിക്ക് ഭഗവാനെ കാണണം. എന്റെ വിഷമങ്ങളെല്ലാം പറയണം. ധ്രുവൻ തന്നെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു. ഒടുവിൽ വളരെ തപസ്സുചെയ്ത രീതിയിൽ മന്ത്രങ്ങൾ ദൃഷ്ടി കൊടുത്തു. ധ്രുവൻ തപസ്സു തുടങ്ങി. കഠിന തപസ്സു തന്നെ. ഒറ്റകാലിൽ നിന്ന് വരെ തപസ്സു തുടർന്നു. ഒടുവിൽ ഭഗവാൻ മഹാവിഷ്ണു അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ശംഖ് കൊണ്ട് കവളിൽ തൊട്ടു. കണ്ണു തുറന്ന ധ്രുവൻ ഭഗവാനെ കണ്ടു. സ്വാമി, എനിക്ക് കൊട്ടാരത്തിൽ സ്ഥാനമില്ല. ഞാൻ രാജാവിന്റെ മകനല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞു, വിഷമിക്കാതിരിക്കൂ. ഇന്നും തന്നെ ആത്മകളിലാണ് നിന്റെ സ്ഥാനം. അതിനുശേഷം നീ തന്നെ രാജാവാകും. അതിനുശേഷം നക്ഷത്രം എന്ന പേരിൽ ഞാൻ ആകാശത്ത് എന്നും ശോഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രദർശനായി സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഉള്ളിൽ തട്ടി വിലപത്തി ഭഗവാൻ കാണുക തന്നെ ചെയ്യും. ആ കാര്യങ്ങൾ എന്നും നമുക്ക് തുണയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ ചെറിയ കഥ നടത്തുന്നു. നന്ദി, നമസ്കാരം.